ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ ഇല്ല ഒപ്പിക്കുക. അപ്പൊ ഇതെന്താ രീതി? ഈ രീതി ഒരിക്കലും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അനുഭവത്തിനടിത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം? ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 2 ആഴ്ച 1.5 മാസം മുമ്പ് പൂക്കോട് ഇവിടെ മൂത്തടത്ത് രാവിലെ 60 പോകുന്നൊരു കുട്ടി പന്നിയടിച്ച് തല പൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കുക. അത് നിവൃത്തിയില്ല. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിയിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഒരു തർക്കമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ, ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് എന്തേ തോന്നാത്തത്? ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ച് കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായ ബഹുമാനപ്പെട്ട മന്ത്രി. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇവിടെ മനസ്സെവിടെ എത്തിയത്. രാപ്പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ആന ചവിട്ടി കൊണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത്. ഈ പറഞ്ഞ ഇപ്പൊ ഇരിക്കുന്ന ഡിഎഫ്ഒമാരല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കില്ല. ഈ 2 പേരും വളരെ നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. മന്ത്രി ഏതാ സൂചിപ്പിച്ചത്? ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇപ്പൊ ഇരിക്കുന്നവർ കുഴപ്പമില്ല. ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്താ പറയുന്നത്? നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നില്ലേ? ഞാൻ തന്നെ അപ്പച്ചവിട്ടുവാന് ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് 10 ലക്ഷം. അത് കിട്ടുന്നില്ല, പിന്നെ എന്താ അവിടെ വന്ന് ബഹളം വെക്കുന്നത്? എവിടെ എത്തി? ഇതാണ് രീതി. ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. വരച്ച വരയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ. ജനങ്ങളാണ് നാട് ഭരിക്കുന്നത്, ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിയിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല, പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്.